വിശുദ്ധ ഔസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രം വിശ്വാസ പാരമ്പര്യത്തിന്റെ 1.5 നൂറ്റാണ്ടിലേക്ക് കുതിക്കുമ്പോൾ ഇടവകയുടെ ഔദ്യോഗിക മുഖപത്രമായ സാന്റ് ജോസ് പാരിഷ് വോയ്സിന് പ്രായം 45 അതെ, 1980 ഡിസംബർ മാസത്തിലാണ് ആദ്യ പാരിഷ് ബുള്ളറ്റിൻ പ്രസിദ്ധീകൃതമായത്. 45 വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്മസ് കാലത്താണ് സാന്റ് ജോസ് പാരിഷ് വോയ്സിന്റെ ആദ്യ ലക്കം പ്രസിദ്ധീകൃതമായത്. കെ റാഫേലിന്റെ പത്രാധിപ കുറിപ്പും സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിലെ പ്രിയോരായിരുന്ന റവറൽ ഫാദർ ഫ്രാൻസിസ് ബർട്ടിൻ അച്ഛന്റെ ആശംസയും പ്രഥമ താളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്നത്തെ തൃശൂർ രൂപതാ മെത്രാനായിരുന്ന ജോസഫ് കുണ്ടുകുളത്തിന്റെ ആശീർവാദവും സാന്റ് ജോസ് വോയ്സിന്റെ ആദ്യ ലക്കത്തെ അനുഗ്രഹീതമാക്കിയിട്ടുണ്ട്. ഇടവകാംഗവും ബാലസാഹിത്യകാരനുമായിരുന്ന KT മാത്യു മാസ്റ്ററുടെ ശേഖരണത്തിൽ നിന്നാണ് ഈ ചരിത്ര പുസ്തകത്തിലെ പേജുകൾ പാപ്പ ഫ്രെയിംസിന് സമ്മാനിക്കപ്പെട്ടത്.